ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓട്സ് എഗ് ഉപ്മാവാണ്. അപ്പോൾ നമുക്കൊന്ന് പാൻ ചൂടാക്കാൻ വെക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് റോസ്റ്റഡ് ഓട്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർമൽ ഓട്സ്, നമുക്ക് പെട്ടെന്ന് നമ്മൾ സാധാ ഓട്സ് ഉണ്ടാക്കി കഴിക്കുന്ന പോലത്തെ നോർമൽ ഓട്സ്. അപ്പോൾ അതും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പാൻ ഒന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ റോസ്റ്റ് ചെയ്യാം. ഏകദേശം 1 കപ്പ് ഓട്സ് ആണ് എടുത്തേക്കുന്നത്. അതൊന്ന് റോസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞാൽ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഏകദേശം ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒന്ന് ചെറിയ പൊടി കൂടിയായിട്ട് അരിഞ്ഞത് കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യണത് നല്ലതായിരിക്കും. നന്നായി ഒന്ന് ഉള്ളി സോട്ടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു അല്ലി വെളുത്തുള്ളിയും 1/4 ഇഞ്ചിയും കൂടി ഇട്ട് നമുക്ക് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമുക്ക് രാവിലെ എഴുന്നേറ്റ് നല്ല ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയായിരിക്കത്തില്ലേ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയല്ല, ഇച്ചിരി എരിയുള്ള മുളക് പൊടിയാണ്. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല. ഇതും കൂടെ ഇട്ടിട്ട് നന്നായി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ആ മസാലയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു തക്കാളി കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്ത് കുഞ്ഞായിട്ട് ക്യൂബായിട്ട് അരിഞ്ഞ ഒരു തക്കാളി നമുക്ക് ഇട്ട് നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളീനെ നന്നായി സോട്ട് ചെയ്തെടുക്കുക. ഒന്ന് നല്ല പോലെ അതൊന്ന് കുഴഞ്ഞ് നല്ല സോട്ട് ചെയ്ത് പരുവത്തിൽ നമുക്കത് കിട്ടണം. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു മുട്ടയെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ ഈ ഉപ്മാവിന് ഓട്സിൻ്റെ അംശം ഇച്ചിരി കൂടുതൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് 2-3 മുട്ട യൂസ് ചെയ്യാം. അപ്പം മുട്ടയും ഓട്സും ഒരേ ഈക്വൽ പരുവത്തിൽ കിട്ടും. നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ ഒരു മുട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മുട്ടയുടെ കൂടെ നമ്മൾ ഒരിച്ചിരി ഉപ്പും കുരുമുളകും ഇടാം. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഓട്സിന് മൊത്തമായി ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്ത് എടുക്കാം. അത് കഴിഞ്ഞ ശേഷം ഇത് നമ്മൾ കംപ്ലീറ്റ്ലി സോട്ട് ചെയ്യരുത്. കാരണം ഒരു ഇച്ചിരി മോയ്സ്ചർ കീപ്പ് ചെയ്താണ് നമ്മളുടെ തക്കാളിയുടെയും ഉള്ളിക്കകത്തുള്ള ഇച്ചിരി മോയ്സ്ചർ വെച്ചിട്ട് വേണം നമ്മൾ ഓട്സ് ഇടാൻ. ഓട്സ് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓട്സ് ഉണ്ടല്ലോ, അത് നമ്മളൊന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അപ്പം ഈ മസാലയ്ക്കകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് തന്നെ ഓട്സിലോട്ട് പിടിക്കും. അങ്ങനെ നമുക്ക് ഓട്സ് നന്നായി ഒരു ഉപ്മാവ് പരുവത്തിലെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഓട്സ് കംപ്ലീറ്റ്ലി സോക്ക് ആവുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒരിക്കൽ കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ശ്രദ്ധിക്കേണ്ടത് ഓട്സ് കട്ട പിടിക്കാതെ നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ഡംപ് ചെയ്യാതെ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ലൈക്ക് നമ്മൾ ഉപ്മാവിനെ ആക്കിയെടുക്കത്തില്ലേ, അതുപോലെ നന്നായി ഈ ഓട്സ് എന്താ പറയുക കട്ട കെട്ടാതെ ഒന്ന് ഉടച്ച് ആക്കിയെടുത്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓട്സ് എഗ് ഉപ്മാവ് തയ്യാറാക്കാം. ഒപ്പം ലാസ്റ്റ് ഇതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി മിൻറ്റ് ലീവ്സാണ് ഇടുന്നത്. മിൻറ്റ് ലീവ്സും ഒപ്പം ഒരിച്ചിരി കുരുമുളകും കൂടി ഇടുവാണ്, ഒരിച്ചിരി ഫ്ലേവറിന് വേണ്ടി. കുരുമുളകിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടെ മുന്നേ നിൽക്കും. അതും കൂടെ ഇട്ടൊന്ന് നന്നായി എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്താൽ നമ്മൾ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് എഗ് ഉപ്മാവ് റെഡി.